ദ്വാരകയിലെ ആ വലിയ മണിമാളികയുടെ വാതിൽക്കൽ ജിജ്ഞാസയോടെ നോക്കി നിൽക്കുന്ന ഒരു ദരിദ്ര ബ്രാഹ്മണൻ. കീറിപ്പറിഞ്ഞ വസ്ത്രം, എല്ലുന്തിയ ശരീരം, കൈയിലാകെ കൂടെയുള്ളത് മുഷിഞ്ഞ ഒരു തുണിയിൽ കെട്ടിയ ഒരൽപ്പം അവിൽ മാത്രം. ലോകം മുഴുവൻ വണങ്ങുന്ന ദ്വാരകാധീശൻ ഈ പാവപ്പെട്ടവനെ സ്വീകരിക്കുമോ? പക്ഷേ തന്റെ ബാല്യകാല സുഹൃത്തായ കുചേലനെ കണ്ടതും സിംഹാസനത്തിൽ നിന്ന് ഓടിയിറങ്ങി വന്ന കൃഷ്ണൻ ചെയ്തത് കണ്ടപ്പോൾ ദ്വാരക ഒന്നാകെ ഞെട്ടിപ്പോയി. ശ്രീകൃഷ്ണൻ കുചേലനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. ആ പാദങ്ങൾ കഴുകാൻ സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ അവതാരമായ രുക്മിണി തന്നെ വെള്ളം പകർന്നു നൽകി. പക്ഷേ ആ സുഹൃദ്ബന്ധത്തിനിടയിൽ കൃഷ്ണൻ പോലും അസൂയപ്പെട്ട ഒരു രഹസ്യമുണ്ടായിരുന്നു. കുചേലന്റെ ആ മുഷിഞ്ഞ തുണിക്കെട്ടിൽ ഒളിപ്പിച്ചുവെച്ച ആ അവിലിൽ ഒളിപ്പിച്ച ഐശ്വര്യം പ്രപഞ്ചത്തിന്റെ വിധി തന്നെ മാറ്റിമറിച്ച കഥ നിങ്ങൾക്കറിയാമോ? കൊട്ടാരത്തിലെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾക്കിടയിൽ തന്റെ കൈയിലുള്ള ദരിദ്രമായ അവിൽ പുറത്തെടുക്കാൻ കുചേലൻ മടിച്ചു. പക്ഷേ സർവജ്ഞാനനായ കൃഷ്ണൻ അത് ബലമായി പിടിച്ചുവാങ്ങി. എനിക്കുവേണ്ടി നീ കൊണ്ടുവന്ന ഏറ്റവും വലിയ നിധി ഇതാണ് എന്ന് പറഞ്ഞ് കൃഷ്ണൻ ആ അവിലിൽ നിന്ന് ഒരു പിടിയെടുത്ത് വായയിലിട്ടു. കൃഷ്ണൻ ആ അവിൽ കഴിച്ച നിമിഷം ഭൂമിയിലുള്ള കുചേലന്റെ ദരിദ്രമായ കുടിൽ ഒരു സ്വർണ്ണ കൊട്ടാരമായി മാറി. രണ്ടാമത് ഒരു പിടി കൂടി കഴിക്കാൻ കൃഷ്ണൻ കൈ നീട്ടിയപ്പോൾ രുക്മിണീദേവി അദ്ദേഹത്തിന്റെ കൈ തടഞ്ഞു. കാരണം ഒരു പിടി അവിൽ കൊണ്ടുതന്നെ കൃഷ്ണൻ ഭൂമിയിലെ സകല ഐശ്വര്യങ്ങളും കുചേലന് നൽകിക്കഴിഞ്ഞു. ഇനിയും കഴിച്ചാൽ സ്വർഗ്ഗത്തിലെ ഐശ്വര്യം കൂടി കുചേലന് നൽകേണ്ടിവരുമെന്ന് ദേവി ഭയന്നു. എങ്കിലും കുചേലൻ കൃഷ്ണനോടൊന്നും ചോദിച്ചില്ല. തനിക്ക് ദാരിദ്ര്യമാണെന്നോ മക്കൾക്ക് ഭക്ഷണമില്ലെന്നോ ഒരക്ഷരം പോലും അദ്ദേഹം പറഞ്ഞില്ല. ആ നിശബ്ദമായ ഭക്തിക്ക് മുന്നിൽ ദൈവത്തിനു പോലും തോറ്റുകൊടുക്കേണ്ടി വന്നു. ഒന്നും ചോദിക്കാത്തവന് എല്ലാം നൽകുന്നവനാണ് കൃഷ്ണനെന്ന് ഈ സൗഹൃദം ലോകത്തിന് കാട്ടിക്കൊടുത്തു. തന്റെ പ്രിയ സുഹൃത്തിനെ കാണാൻ കഴിഞ്ഞ സന്തോഷത്തിൽ കുചേലൻ തിരിച്ചുപോയി. എന്നാൽ തിരികെ വീട്ടിലെത്തിയ കുചേലൻ കണ്ടത് തന്റെ ദരിദ്രമായ പുരയിടത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മഹാമന്ദിരമാണ്. ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഭാര്യയെയും മക്കളെയും കണ്ടപ്പോൾ കുചേലൻ തിരിച്ചറിഞ്ഞു. താൻ നൽകിയ ആ ഒരു അവിലിനു പകരം കൃഷ്ണൻ നൽകിയത് അനന്തമായ ഐശ്വര്യമായിരുന്നു. അവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ രഹസ്യം. ഭക്തിക്കു മുന്നിൽ പണത്തിനോ പദവിക്കോ സ്ഥാനമില്ല. ശുദ്ധമായ മനസ്സോടെ നൽകുന്ന ഒരു തുളസിയില പോലും ദൈവത്തിന് വലിയൊരു സമർപ്പണമാണ്. ഇന്നും ലോകമെമ്പാടുമുള്ള ഭക്തർ കുചേല ദിനം ആഘോഷിക്കുമ്പോൾ ഓർക്കുന്നത് ഈ വലിയൊരു പാഠമാണ്. കൃഷ്ണൻ പോലും കൊതിച്ച ആ സുഹൃത്തിന്റെ സ്നേഹം. ദ്വാരകയിലെ ആഡംബരങ്ങളെക്കാൾ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടത് കുചേലന്റെ ആ മുഷിഞ്ഞ പൊതിയിലെ അവിലായിരുന്നു. ഇതിനേക്കാൾ മനോഹരമായ ഒരു സൗഹൃദം പ്രപഞ്ചത്തിൽ വേറെ എവിടെയുണ്ടാകും?